ശ്രീ സജീവൻ സൂചിപ്പിച്ചതുപോലെ ഈ ഇതുവരെ ഉന്നയിച്ച കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒന്നും പറയാൻ അൻവർ ഉണ്ടാകില്ല എന്നുള്ള ഒരു വിലയിരുത്തലുകളുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് 100-200 പേര് വരും എന്ന് അൻവർ രാവിലെ പറയുമ്പോൾ അതിൽ ഒരു സൂചനയില്ലേ? മാത്രമല്ല CPM പറയുന്നു പൊതുസമ്മേളനം ആകുമ്പോൾ ചിലപ്പോൾ ആളുകൾ ഉണ്ടാകുമെന്ന്. അപ്പോൾ ഒരു ജനപങ്കാളിത്തം കൂടി അതിൽ നോട്ട് ചെയ്യപ്പെടേണ്ട സാഹചര്യമുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ചെറിയ കാര്യം കൂടി മുൻപത്തെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. 2021 തെരഞ്ഞെടുപ്പ് സമയം അന്ന് അൻവർ മത്സരിക്കുമ്പോൾ പ്രചാരണത്തിന് മുഖ്യമന്ത്രി വരില്ല എന്നറിയുന്നു. മുഖ്യമന്ത്രി എന്തുകൊണ്ട് വരുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചപ്പോൾ ഇവിടുത്തെ പ്രചാരണത്തിന് ഞാൻ മതിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നീട് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് ശേഷം അൻവർ നിലമ്പൂരിൽ റോഡ് ഷോ സംഘടിപ്പിക്കുകയായിരുന്നു. അത് മുണ്ട മുതൽ നിലമ്പൂർ വരെ. നിലമ്പൂർ അതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ശക്തി പ്രകടനമായിരുന്നു അത്. അത്രമാത്രം ആളുകളെ അൻവർ അണിനിരത്തി. അതിനുശേഷം കഴിഞ്ഞ തവണ നടന്ന നവകേരള സദസ്സ്, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നവകേരള സദസ്സൊന്നും നിലമ്പൂരിലായിരുന്നു. പാർട്ടിയുടെ പരിപാടിയാണെങ്കിൽ പോലും അതിൽ അൻവറിന്റെ ഒരു സംഘാടനത്തിന്റെ മികവ് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ആളുകളെ കൂട്ടുന്നതിൽ അൻവർ വളരെ മിടുക്കനാണ്. ഏറ്റവും മലപ്പുറത്തെ തന്നെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായിട്ട് അൻവർ മാറിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പാർട്ടിയുടെ ഒപ്പം നിൽക്കുമ്പോഴാണെന്ന് പാർട്ടി പറയുന്നു. അതായത് ബക്കറ്റിലെ വെള്ളത്തിന് തിരയുണ്ടാവില്ലല്ലോ, കടലിലെ വെള്ളത്തിന്റെ പോലെ അല്ലല്ലോ എന്ന് പണ്ട് പാർട്ടികൾ ചർച്ച ചെയ്ത VS മറ്റേ പിണറായി വിഷയമൊക്കെ ചർച്ച ചെയ്ത സമയത്ത് ഉയർന്ന അതേ ഒരു ഉപമയാണ് പാർട്ടി നേതാക്കൾ പറയുന്നത്. കടലിലെ തിരമാലയുടെ പോലെ ആവില്ലല്ലോ ബക്കറ്റിലെ വെള്ളം എന്നാണ്. അപ്പോൾ പാർട്ടി വിട്ടു പോകുമ്പോൾ അൻവർ അത്തരത്തിൽ ശക്തി പ്രകടനം നടത്താൻ കഴിയുന്ന വ്യക്തിയല്ല എന്നൊരു വിലയിരുത്തി. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് നമുക്കറിയാം നിലമ്പൂരിലെ അൻവറിന്റെ ഒരു സ്വാധീനം അത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും തെളിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ 100-200 ആളുകൾ എന്നൊക്കെ പറയുന്നത് അൻവറിൻ്റെതായ ശൈലിയിൽ പറയുന്നതാണ്. ഈ പരിപാടിക്ക് എന്താണെങ്കിലും ആൾ വരും എന്ന് തന്നെ വേണം കണക്ക് കൂട്ടാൻ. ആളുകളെ അൻവർ വിളിച്ചു ചേർക്കും. അല്ലെങ്കിൽ അൻവർ എന്ത് പറയുന്നു എന്ന് കേൾക്കാനുള്ള കൗതുകം കൊണ്ട് UDF-കാർക്ക് തന്നെ വരാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാനാകില്ല. അപ്പോൾ ഇതിലെ ആൾ കൂടുന്നതും കുറയുന്നതും പുറമേക്ക് നമുക്കൊരു ശക്തി പ്രകടനത്തിന്റെ രീതിയിൽ കാണാമെങ്കിലും തുടർ നടപടികളാണ്, ഇനിയുള്ള നടപടികളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് ആളല്പം കുറഞ്ഞാൽ പോലും നാളെ ഒരുപക്ഷെ അൻവറിന്റെ പിന്നാലെ ആളുകൾ അണിനിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പറയാനാകില്ല. ഇന്നലെ അൻവറിനെതിരെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അൻവറിന് അനുകൂലമായി വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് പറയാനാകില്ല. മലപ്പുറത്തെ ഒരു CPM-ന്റെ സംഘടനാ സംവിധാനം നമുക്കറിയാം. എന്തുകൊണ്ടാണ് സ്വതന്ത്രന്മാരെ ആശ്രയിക്കുന്നത് കൂടുതലായിട്ടും എന്നുള്ളത്. ഒറ്റയ്ക്ക് ഇവിടെ ഒരു അട്ടിമറി എന്നുള്ളത് CPM-ന്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് അട്ടിമറി സാധ്യമല്ല. അതുകൊണ്ടാണ് അത്തരത്തിലൊരു സ്വതന്ത്ര നീക്കം വർഷങ്ങളായിട്ട് ഇവിടെ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വിജയിക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെ സ്വതന്ത്ര നീക്കം പാളിപ്പോയ അല്ലെങ്കിൽ ഒരു തരത്തിൽ പാർട്ടി പ്രവർത്തകർ തന്നെ പറഞ്ഞൊരു ഉപമയനുസരിച്ചാണെങ്കിൽ ഭസ്മാസുരന് വരം കൊടുത്ത അവസ്ഥയിലായിപ്പോയി എന്നാണ് അൻവറിനെ കുറിച്ചൊരു പാർട്ടി നേതാവ് പറഞ്ഞത്. അതായത് സ്വതന്ത്രനായിട്ട് മത്സരിപ്പിച്ച് പാർട്ടിയുടെ പിന്തുണയോടെ കരുത്തനാക്കി ഒടുവിൽ പാർട്ടിക്കെതിരെ അൻവർ തിരിയുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഈ അൻവറിന്റെ ഒപ്പം എത്ര പേരുണ്ട് എന്ന ചോദ്യം, പാർട്ടിക്ക് തന്നെ അറിയാം അൻവറിന് നിലമ്പൂർ മേഖലയിൽ സ്വാധീനമുണ്ട് എന്നുള്ളത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്താണ് പാർട്ടി എന്ന ഒരു സംവിധാനത്തിന്റെ പ്രവർത്തനം എന്ന് ബോധ്യപ്പെടുത്താനാണ് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വലിയ പ്രകടനം നടത്തിയതും അൻവറിന്റെ കോലം നിലമ്പൂരിൽ കത്തിച്ചതും അതുപോലെ കൊലവിളി മുദ്രാവാക്യമൊക്കെ ഉയർത്തിയതും. സ്വാഭാവികമായിട്ടും അൻവറിന്റെ ഇന്നത്തെ സമ്മേളനത്തിൽ ആൾ കൂടുന്നു കുറയുന്നു ഉള്ളത് പ്രഥമ ദൃഷ്ടിയെ നമുക്ക് ചർച്ച ചെയ്യുന്ന വിഷയമാണെങ്കിലും അതിനപ്പുറത്തേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അൻവർ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അൻവറിന്റെ പ്രവർത്തന മേഖല മലപ്പുറത്തെ മറ്റ് മണ്ഡലങ്ങളിൽ കൂടി വ്യാപിപ്പിക്കുമോ, സമാന മനസ്സുള്ളവരെ, സമാന പ്രവർത്തന ശൈലി ഉള്ളവരെ ഒന്നിപ്പിക്കാൻ അൻവർ എന്തെല്ലാം നീക്കം നടത്തും, ആരെല്ലാം അൻവറിന്റെ ഒപ്പം നിൽക്കും എന്നീ കാര്യങ്ങളൊക്കെയാണ് വലിയ ചോദ്യങ്ങളായിട്ട് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസത്തെ ഇന്നത്തെ രാഷ്ട്രീയ പ്രഖ്യാപനത്തിൽ, ഇന്നത്തെ സമ്മേളനത്തിൽ അദ്ദേഹം ഇതുവരെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ കുറെ കൂടി കടുത്ത ഭാഷയിൽ ആരോപിക്കും. അതിനപ്പുറത്ത് കൂടുതൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നില്ല നമുക്ക് പറയാനാകില്ല. എങ്കിൽ പോലും ഇനി ഈ ഒരു സമ്മേളനം ഒരു തുടക്കം മാത്രമാണ് എന്ന് വേണം നമുക്ക് കാണുവാൻ. ഇനിയുള്ള ദിവസങ്ങളിൽ അൻവറിന്റെ പ്രവർത്തനം അത് എങ്ങനെയാകുമെന്ന് തന്നെയാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. എൽദോ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അനുമോദ്. മറ്റൊരു കാര്യം, ഇപ്പോൾ അൻവറിനെ അനുകൂലിച്ചും ഫ്ലെക്സുകൾ പൊങ്ങിത്തുടങ്ങി പലയിടങ്ങളിലും. തോൽപ്പിക്കാൻ കഴിയില്ല അൻവറിനെ എന്നുള്ള മട്ടിൽ പല ഹെഡറുകളും വരുന്നു. അപ്പോൾ അൻവറിനെ അനുകൂലിക്കുന്ന ആ ഫ്ലെക്സുകളുടെ വരവ് എവിടെ നിന്നായിക്കോട്ടെ,
പക്ഷെ അതിനും അപ്പുറത്തേക്ക് ആ ഫ്ലെക്സ് വെക്കാനുള്ള ആളെങ്കിലും അവിടെ ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ ഈ അൻവറിന് ആ മണ്ഡലത്തിലുള്ള ഒരു പിന്തുണ അത് മെല്ലെ മെല്ലെ മറനീക്കി വരുന്നു. ആദ്യ ദിവസങ്ങളിലെ പാർട്ടിയുടെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാകും. അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ സാധാരണക്കാരുടെ ഇടയിലേക്ക് കൂടുതൽ അൻവർ ആഴ്ന്നിറങ്ങി നിൽക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം കൂടി കാണേണ്ടേ അതിൽ? തീർച്ചയായും അതുതന്നെയാണ് ഇതിൽ പ്രധാനം. താഴേക്കിടയിൽ അൻവർ എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇവിടെ പ്രധാനമാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അൻവറിനെതിരെ പാർട്ടി പറയുന്നത് കഴിഞ്ഞ 8 വർഷമായിട്ട് മലപ്പുറത്തെ വികസനം ഒട്ടും എത്താത്ത മണ്ഡലങ്ങളൊന്നാണ് നിലമ്പൂർ എന്നതായിരിക്കും. അതിൽ തന്നെ ഏറ്റവും KP റഹ്മത്തുള്ള ഇപ്പോൾ ടെലിഫോണിലുണ്ട്.